വെൽക്കം ബാക്ക് ടു ഹോംസ് ഓൺലൈൻ. 3000 സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് കണ്ടംപററി സ്റ്റൈലിൽ ഫ്ലാറ്റ് റൂഫിംഗ് ആയിട്ടുള്ള ഒരു ഹോം ഡിസൈനാണ്. വളരെ മനോഹരമായിട്ടുള്ള എക്സ്റ്റീരിയർ വർക്കും ഇന്റീരിയർ വർക്കുമാണ് ഈ ഒരു വീടിന് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ആണ്. 4 ബെഡ്റൂമാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു വീട്ടിലുള്ളത്. വീടിന്റെ 4 ഭാഗവും മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ട്. പോർച്ച് വീടിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് നമുക്ക് കാണാം. വളരെ നീളം കൂടിയ രീതിയിലാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിൻഡോസും ഡോർസും എല്ലാം മരം ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ഉപയോഗിച്ച് വുഡൻ സ്റ്റൈലിലുള്ള സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. LED സ്പോട്ട് ലൈറ്റ്സ് ഈ ഒരു ഏരിയക്ക് മനോഹരമായിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ഫർണിച്ചേഴ്സും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. വീടിനകത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് 2 ലിവിംഗ് ഏരിയ കാണാം. ഒന്നാമത്തേത് റൈറ്റ് സൈഡിലായിട്ട്, മറ്റൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കാണാം. ലിവിംഗ് ഏരിയ വളരെ മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കർട്ടൻസിന്റെ കളറ്, സോഫ സെറ്റ് എല്ലാം മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ലിവിംഗ് ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡാർക്ക് ബ്രിക്ക് കളർ സോഫ സെറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള LED വാം ലൈറ്റും ലാർജ് സൈസിലുള്ള കർട്ടൻസും ഈ ഒരു ഏരിയക്ക് വളരെ എലിഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീടിന്റെ അടുത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റെയർ റെയിലിംഗ്സിന്റെ ഡിസൈനാണ്. വളരെ യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് എൻട്രി ഡൈനിങ് ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഇന്റീരിയറിന്റെ ഒരു ഭംഗി ഈ ഒരു ഭാഗത്താണ്. ഡൈനിങ്ങിലെ സീലിംഗ് വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ജിപ്സം ബോർഡ് വർക്ക് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ഇൻഡോർ ഏരിയ കിട്ടുന്നുണ്ട്. നല്ല എയർ സർക്കുലേഷനും നാച്ചുറൽ ലൈറ്റും ഒക്കെ ഈ ഒരു ഏരിയയിലേക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമുക്കൊരു റിലാക്സിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് വാഷിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂംസ് ചെക്ക് ചെയ്യുകയാണ്. ബെഡ്റൂംസ് ഒക്കെ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വുഡൻ സ്റ്റൈലുള്ള ഫ്ലോർ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ചുമരിനോട് മാച്ചിങ് ആയി ലോങ് ആയിട്ടുള്ള ഗ്രേ കളർ കർട്ടൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബെഡ്റൂം മുഴുവനായിട്ടും ഒരു ഗ്രേ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ കളർ കോമ്പിനേഷൻ കഴിഞ്ഞ ബെഡ്റൂം പോലെ തന്നെയാണ്. സീലിംഗ് വർക്ക് വളരെ സിമ്പിളായി LED ലൈറ്റ്സ് ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഗുഡ് സൈസിലുള്ള വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇനി നമ്മൾ കിച്ചണിലേക്ക് കടക്കുകയാണ്. ലാർജ് സൈസിലുള്ള ഒരു ഷോവോള് ചുമരിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ചെയർസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളർ ടോണിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ വിൻഡോസ് ആണ് വെന്റിലേഷൻ ആയിട്ട് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് കടക്കുകയാണ്. ഫയർ പ്ലേസ് ഒക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ചെക്ക് ചെയ്യാണ്.
വുഡൻ സ്റ്റൈലിലുള്ള സ്റ്റെപ്സും സ്റ്റെയർ റെയിലിങ്സും ഈ ഒരു ഏരിയക്ക് അമേസിംഗ് ആയിട്ടുള്ളൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സിറ്റിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. അതിലൊരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂം ചെക്ക് ചെയ്യുകയാണ്. ബെഡ്റൂം സെറ്റിങ്സ് എല്ലാം മുന്നത്തെ ബെഡ്റൂം പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ സൈസിലുള്ള ഒരു ക്യാബിനറ്റ് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ബാരിക്കേഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. ഇത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനോട് ചേർന്ന് ചെറിയൊരു ടേബിളും വലിയ സൈസിലുള്ള ഒരു മിററും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ട് ഗ്ലാസ് ബാരിക്കേഡ് ഉപയോഗിച്ചാണ് ഈ ഒരു ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ഊഞ്ഞാലും ചെറിയ പ്ലാന്റ്സും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്